അങ്ങനെ ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹോട്ട് സീറ്റിൽ എല്ലാവരും വന്നിരിക്കുകയാണ്. ഇവൻ പുതിയ അതിഥി പറ, അതിന്റെ പേര് പറ. അജിത്ത്. ഒഴിവാക്കാൻ ഞങ്ങൾ മാക്സിമം നോക്കി. അവൻ കയറിയേക്കരുത്. ആള് കുറവാണെന്നുള്ളൊരു പരാതി ഇപ്പൊ തീരട്ടെ അല്ലേ? 4 പേരായി. ഇല്ല പരാതി. സോ നമ്മൾ ഇന്ന് ഐഡന്റിറ്റിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഐഡന്റിറ്റിയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ട്രെയിലർ കണ്ടുപോകാം. അതെ, മോള് കണ്ട ആളുടെ ഈ ഫിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ സംഭവത്തിന്റെ ഏറ്റവും വലിയ പത്രം കണ്ട ഒരു ടീമാണ്. അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ഈ ഹരൻ പ്രൊഫഷണൽ സ്കെച്ച് ആർട്ടിസ്റ്റാണ്. സർ, ഇതൊരു ബ്ലൈൻഡ് പ്രോസസ് അല്ല. സ്കെച്ചിങ്ങിൽ കോണ്ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. I know this is hard, but I really need some details. സാർ ഈ പറഞ്ഞതുപോലെ കേസിന്റെ സ്പെസിഫിക്സും സമയവും ഒന്നും അറിയാതെ ആഴ്ചകൾക്ക് മുമ്പ് കണ്ട ഫീസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആ കണ്ണും ഐബ്രോസും ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. റോഡ് പണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ കഷ്ണം ഇങ്ങനെ കാണിച്ചിട്ട് അല്പസമയത്തിന് ശേഷം ഒരു മെറ്റൽ കൂമ്പാരത്തിൽ നിന്ന് തന്നെ പിക്കൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയില്ല. ലോകത്തിലെ ഏത് 2 മനുഷ്യരുടെയും മുഖങ്ങൾ തമ്മിലുള്ള ചെറിയ വേരിയേഷൻസ് പോലും നമുക്ക് ഇൻസ്റ്റന്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അവിടെ തന്നെ എല്ലാ ഫേസും ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം. കില്ലറിനെ നേരിട്ട് കണ്ട ആ ക്രൈംസ് നല്ല ജനത്തിന്റെ റൈറ്റിങ്ങിന്റെ ഒരു ചായ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട് പടത്തിൽ. എസ്പെഷ്യലി മറ്റേ ആ ഒരു പ്ലെയിൻ്റെ സീനുകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമ്മളത് മലയാളം പടത്തിൽ അങ്ങനെ അല്ല. ഏഴായിട്ട് മലയാളം പടത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടെക്നിക്കലി ഭയങ്കര ക്വാളിറ്റി കൂടുതലല്ല. അത് ടെക്നിക്കലി ടെക്നിക്കലി ഓൾറെഡി രീതിയിൽ ഒരുപാട് സിനിമകളിൽ നല്ല അല്ല. മലയാളത്തിൽ ഇതുപോലത്തെ സംഭവം വരുമ്പോൾ ടെക്നിക്കലി ഭയങ്കര ഇതായിരിക്കും, ബ്രില്യൻ്റായിരിക്കും. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ആണ് നോക്കേണ്ടത്. ഇപ്പൊ ഇവരുടെ ഇതിനു മുമ്പുള്ള പടം നമ്മുടെ ഇതാണ് ഫോറൻസിക്. അത് ആക്ച്വലി ഒരു ഹിറ്റ് പടമാണ്. അതിനകത്തും കുറച്ച് പരിപാടി. ഫോറൻസിക് പേഴ്സണലി എനിക്ക് അത്ര അതിനകത്ത് പുതുമകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ. അത് ആക്ച്വലി അന്ന് കണ്ടപ്പം എനിക്ക് കുറച്ച് ഓക്കെ പടമായിരുന്നു. കണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതൊരു ഹാഫ് വേ എനിക്ക് വർക്കായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള വഴി എനിക്ക് അത്ര സുഖിച്ചില്ല. അത് കഴിഞ്ഞിട്ടൊരു ടേൺ കഴിഞ്ഞിട്ട് ഭയങ്കര മോശമായതുപോലെ തോന്നിയായിരുന്നു. അന്ന് ആ സിനിമ ഈ പറഞ്ഞ പോലെ അത്ര ഭയങ്കര വലിയ ഹൈപ്പിലൊന്നും വന്ന പടമല്ല. പക്ഷെ ആ സിനിമ ഹിറ്റായിരുന്നു. നോർത്തിൽ ഭയങ്കര ഡബ് വേർഷന് ഭയങ്കരമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ടെക്നിക്കലി ഭയങ്കരമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ബജറ്റിലും ഭയങ്കര വ്യത്യാസം. പിന്നെ ടൊവിനോയ്ക്ക് നല്ല റോളായിരിക്കും. ഇതിന്റെ ടീസർ ഓർമ്മയുണ്ടോ? ടീസറിൽ ആക്ച്വലി ടൊവിനോ നടന്നു പോകുന്നതിനൊക്കെ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. പുള്ളി ആദ്യം കയ്യും നനക്കാതെ നടന്നു പോകുന്നൊരു സീനൊക്കെ ടീസറിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. അതെ. അപ്പം പടത്തില് കുറച്ച് കാരണം പുള്ളിയെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടീസർ ട്രെയിലർ തന്നെ പുള്ളി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടുന്നത് കണ്ടില്ലേ? ചിലപ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ ഇതായിട്ട് ഒസിഡിയൊക്കെ എന്താ പറയാ കുറച്ചുകൂടെ ആ കാര്യത്തിൽ അങ്ങനത്തെ ഒരാളാണ്. കുറച്ച് കമ്പോസ്റ്റ് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളിയുടെ
ക്യാരക്ടറിന്റെ ഒരു പുള്ളി എന്തോ പറയുന്നുണ്ട് ഇത് വരയ്ക്കുന്നതിന് എന്തോ ഒരു സ്പെസിഫിസിറ്റി ഉണ്ടെന്നോ എന്തോ പറയത്തില്ലേ. ആ ടീച്ചർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ആക്ഷൻ ഒരു ത്രില്ലർ പടമായിരിക്കും. ഇപ്പോൾ ആക്ഷൻ എല്ലാത്തിന്റെ ഒരു മിക്സ് ആയിരിക്കും. അതെ, അതായത് നമ്മൾ മറ്റേ അതിലെ പോലെ ഇപ്പൊ ഇങ്ങനെ ഒരു സീരിയൽ കില്ലിംഗ് ആയാലും ഇപ്പൊ ഇതിലൊരു ക്രൈം ഉണ്ട്. ആ ക്രൈമിൽ ഒരു സസ്പെക്ട്, ആ സസ്പെക്ടിനെ കണ്ട ആളാണ് തൃഷ എന്ന് തോന്നുന്നു. അത് ടീച്ചറിലുണ്ടായിരുന്നല്ലോ. അപ്പൊ തൃഷ ഇരുത്തി തൃഷ പറയുന്നത് അത് വെച്ചിട്ട് പുള്ളിക്കാരൻ പഴയ റോഷമോൻ പോലുള്ള പടങ്ങളിൽ നമ്മളിപ്പം ഒരു സംഗതി കണ്ട് അത് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ല പെർസ്പെക്റ്റീവ് മാത്രമല്ല, അത് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇല്ലാത്ത എലമെന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഫില്ല് ചെയ്യും. ഇത് നമുക്ക് ഓർമ്മയുണ്ട്, ഇത് ഓർമ്മയില്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഐഡന്റിറ്റി ഇയാൾ വരയ്ക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ഫില്ല് ചെയ്ത് അങ്ങനെയുള്ള ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും എലമെന്റ്സ് ഒക്കെ കാണാം. ഓരോരുത്തർ മെമ്മറി ബിൽഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിനകത്ത്, അതായത് ഇതിൻ്റെ അവസാനത്തെ ഒരു 40 മിനിറ്റ് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഈ ഫ്ലൈറ്റിന്റെ സംഭവമായിരിക്കും. അതായത് മലയാളത്തിൽ കാണാത്തൊരു ആ സെറ്റിംഗ് ഭയങ്കര പുതുമയാണ്. ആക്ഷൻ സീൻ ഓക്കെ, ബട്ട് അത് ഫ്ലൈറ്റിനകത്ത് സെറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് സൂപ്പർമാൻ സിനിമകളിൽ ഓർമ്മ വരുന്നത്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ടെനറ്റിന് മറ്റേ സീൻ ഉണ്ടല്ലോ, മറ്റേ ഫ്ലൈറ്റിന്റെ സംഭവം ഉണ്ടല്ലോ, അതാണ് പെട്ടെന്ന് ആക്ച്വലി മറ്റേ ഇതിന്റെ ടീസർ ഒരു റിവേഴ്സ് ഷോട്ട് അങ്ങനെ ഷോട്ട് ഉണ്ടായിരുന്നു. അതിങ്ങനെ എനിക്ക് മെമ്മറി ഒരുപാട് പ്ലേ ചെയ്യുന്നുണ്ട്. അത് മെമ്മറി ഓർത്തെടുക്കും. ചിലപ്പോ നമ്മൾ ചിന്തിച്ച ആ വിഷ്വൽ ഇവർ പറയുമ്പോഴോ ഇല്ല അത് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ റിവേഴ്സിൽ വല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ പറയുമ്പോൾ തിരിച്ച് അങ്ങനത്തെ സിനിമ അങ്ങനെയൊക്കെ. പുള്ളിയുടെ ഡയലോഗ് ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മുടെ ഷമീർ തിലകൻ പുള്ളി ഭയങ്കര കൺവിൻസിങ് എപ്പോഴും എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ. അപ്പോൾ ജനുവരി 2-ാം തീയതിയാണ് പടത്തിന്റെ റിലീസ്. അതായത് നെക്സ്റ്റ് വീക്ക് ന്യൂ ഇയർ തുടങ്ങി അടുത്ത റിലീസ് മലയാളത്തിലെ ആദ്യത്തെ റിലീസ് ഐഡന്റിറ്റി ആണ്. 2025 ഫസ്റ്റ് റിലീസ് ഐഡന്റിറ്റി. 2024 സ്റ്റാർട്ട് ചെയ്ത് പറയുന്നത് 2024 മറ്റേ അന്വേഷിപ്പം കണ്ടത് ഫസ്റ്റ് പടം 2024 സ്റ്റാർട്ട് ചെയ്തത്. നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അത് 2024 ഇത് നല്ല സ്റ്റാർട്ടിംഗ് ആയിരിക്കും. 2024 പൊതുവെ പറയുന്ന ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിലാണ് അടുത്ത വർഷവും ലൈനപ്പ് കുറെ അടിപൊളി പടങ്ങളുണ്ട്. അതെ അതെ, നമ്മള് നോർത്ത് കൊമേഴ്ഷ്യലായിട്ടും അല്ലാതെ എല്ലാം മറ്റ് ഇൻഡസ്ട്രീസിന്റെ എക്സൈറ്റിംഗ് പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ ഒരുപാട് പക്ക വിശ്വാസമുള്ള സിനിമകളുണ്ട്. ഇപ്പൊ തുടരുമൊക്കെ ജനുവരി തന്നെയല്ലേ. മോസ്റ്റ് ഹൈപ്ഡ് എമ്പുരാൻ മാർച്ച് അടുത്ത വർഷമാണല്ലോ. അപ്പോ ഐഡന്റിറ്റി വരട്ടെ, നമ്മൾ ഐഡന്റിറ്റി കാണുന്നതായിരിക്കും. റിവ്യൂ ആയിരുന്നില്ല, ആരില്ല, തിരക്കാണ്. ഇപ്പൊ നമ്മൾ കാണും, പക്ഷേ പണം കാണും. റിവ്യൂ ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യുന്നതായിരിക്കും.